അടുത്തതായി മെഡിറ്റേഷൻ ട്രെയിനിങ് ക്ലാസ് നൽകുന്നതിന് വേണ്ടി ജാസ്മിൻ ഖലീലിനെ ക്ഷണിക്കുന്നു. അസ്സലാമു ഗുഡ് ഈവനിങ് ഓൾ. സർവശക്തനായ പടച്ചവന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. എനിക്കിവിടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് മെഡിറ്റേഷനെ കുറിച്ചിട്ടാണ്. ഇതിൽ എത്ര പേര് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് എന്നൊന്ന് അറിയണമായിരുന്നു. ഒന്ന് കൈവെക്കോ, മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ. ഓക്കെ, താങ്ക് യു. നമ്മൾ ശരീരത്തിന് എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു. അപ്പം നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ജീവിത വിജയത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ സ്വന്തം സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ള എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ആ മൈൻഡിനെയാണ് നമ്മൾ മെഡിറ്റേഷനിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ മെഡിറ്റേഷൻ ചെയ്തിട്ട് നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ ശരീരത്തിന് നമ്മൾ ഒന്ന് ഉറങ്ങിയിട്ട് റെസ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നു. പക്ഷെ നമ്മളെപ്പോഴും നമ്മളെ കൂടെയുള്ള മൈൻഡിന് വേണ്ടിയുള്ള ഒരു റെസ്റ്റാണ് മെഡിറ്റേഷൻ. അപ്പം ഏറ്റവും കൂടുതൽ സ്ഥാനം നമ്മുടെ മൈൻഡിന് തന്നെയാണ് അല്ലേ. ശരീരത്തിന് മൈൻഡിന് സുഖം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ശരീരത്തിന് സുഖം ഉണ്ടാവുള്ളൂ. അപ്പം എന്താണ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളും മെഡിറ്റേഷൻ ചെയ്യാത്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്ന് ഞാൻ ചെറിയ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അതിൽ 1-2 സ്റ്റെപ്പ് വെച്ചിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ ഒരു അറിവിൻ്റെ ബലത്തിൽ ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഓക്കെ, നമ്മൾക്ക് നമ്മളുടെ ഉള്ളിൽ ഒരുപാട് വലിയ നിധി വെച്ചിട്ട് നമ്മളത് പുറമെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് ആദ്യം പറയാം. ആദ്യം നമ്മുടെ സ്രഷ്ടാവിൻ്റെ കൂടെ, നമ്മളുടെ മനസ്സിൻ്റെ കൂടെ, നമ്മളുടെ റൂഹ് അല്ലെങ്കിൽ നമ്മുടെ സോളിൻ്റെ കൂടെ അല്പസമയം നമ്മൾ ഇരിക്കുന്നതാണ് മെഡിറ്റേഷൻ. അതായത് നമ്മളിപ്പം എല്ലാവരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ പാരൻസിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഹസ്ബൻഡ് വൈഫിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്, മക്കളുടെ കൂടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സൃഷ്ടാവിൻ്റെ കൂടെ നമ്മൾ ഇരിക്കുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും പെട്ടെന്ന് നമ്മളത് ചെയ്ത് പെട്ടെന്ന് അങ്ങ് പോവാന്നല്ലാതെ നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങളും എല്ലാം തന്ന നമ്മുടെ സൃഷ്ടാവിന് എല്ലാം നമ്മളെ തന്ന സൃഷ്ടാവിൻ്റെ കൂടെ നമ്മൾ ഇരിക്കുന്നുണ്ടോ? കുറച്ച് സമയം ആ ഇരിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് മെഡിറ്റേഷൻ. അപ്പം ഇനി അടുത്ത മെഡിറ്റേഷൻ ചെയ്യുന്നതിന് എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറയാം. അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് ആദ്യം നമ്മൾ ആരാണെന്ന് അറിയണം. നമ്മൾ ആരൊക്കെയാണ് എന്നുള്ള ക്വസ്റ്റ്യന് എല്ലാവരും, ചില ആളുകൾ പറയും നമ്മളൊക്കെ മനുഷ്യരാണ്, ചില ആളുകൾ പറയും നമ്മളുടെയൊക്കെ സൃഷ്ടാവിൻ്റെ ഒരു സൃഷ്ടിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഒരു റൂഹാണ്, സോളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നത് നമ്മളുടെ റൂഹിൻ്റെ അടങ്ങിയിരിക്കുന്ന സപ്തഗുണങ്ങളാണ്. റൂഹിൻ്റെ സപ്തഗുണങ്ങൾ എന്ന് പറയുന്നത് സ്നേഹം, ജ്ഞാനം, സമാധാനം, ശക്തി, ആനന്ദം, സുഖം, പവിത്രത. ഈ സപ്തഗുണങ്ങളാണ് റൂഹിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി തന്നെ ജനിച്ചാൽ ഒരു നല്ല പാരൻറ്റിങ് ആണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഗുണങ്ങൾ നമ്മൾ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുക. എന്നാൽ മാത്രമേ ആ കുട്ടിക്ക് നല്ലൊരു വ്യക്തിയായിട്ട് സമൂഹത്തിൽ വളരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ കുഞ്ഞ് പുറത്തു നിന്ന് നോക്കുമ്പോൾ അവർ അങ്ങനെ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമത്തിൽ നടക്കും. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവ് വികസിപ്പിച്ചെടുക്കുന്നത് ഓരോ പാരൻസിൻ്റെയും കടമയാണ്. ഇപ്പം ഒന്നും അറിയാത്ത കുട്ടീനെ എല്ലാം വേറെ ഒരു ഫുട്ബോൾ നല്ല കളിക്കുന്ന കുട്ടീനെ കൊണ്ട് മാത്സ് ട്യൂഷനെ കൊണ്ടിരുത്തിയാൽ അത് എവിടെ എത്താതെ പോകും. അതേപോലെ തന്നെ നമ്മളുടെ റൂഹിൻ്റെ സപ്തഗുണങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പം ഈ സ്നേഹം എന്ന് പറയുമ്പം സ്നേഹത്തിന് വേണ്ടി നമ്മൾ പുറത്ത് അലിഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ആ റൂഹ് തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ആ സോള് തന്നെ സ്നേഹമായി മാറുകയാണെങ്കിൽ നമ്മൾ പുറമേ ആ സ്നേഹമായിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആ പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് നമുക്ക് ആ എനർജി തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ജ്ഞാനം, മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ജ്ഞാനം ലഭിക്കുന്നു, അറിവ് ലഭിക്കുന്നു, സമാധാനം ഉണ്ടാകുന്നു. അത് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ 1-2 ദിവസം ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല ഇരിക്കുന്ന സമയത്ത്. പിന്നെ ശക്തി, ഒരു മനസ്സിൻ്റെ ശക്തി ലഭിക്കുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ സൊല്യൂഷനെ പറ്റിയായിരിക്കും നമ്മൾ ആലോചിക്കുക മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ. മെഡിറ്റേഷൻ ചെയ്യാത്ത ആളുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആ പ്രശ്നങ്ങളിലായിരിക്കും ഫോക്കസ് ചെയ്യുക. നേരെ മറിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾ ഒരു പ്രശ്നം ഉണ്ടായി പെട്ടെന്ന് അതിൻ്റെ സൊല്യൂഷനെ പറ്റി ആലോചിക്കും, അത് വേഗം അത് കവറപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് ഗുണം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്.
കാരണം ഒരുപാട് സുഖവും സന്തോഷവും ഉണ്ടായിട്ട് തന്നെ വലിയ നെഗറ്റിവിറ്റിയിൽ ജീവിച്ച് വന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഈ നെഗറ്റിവിറ്റി മാറി പോസിറ്റിവിറ്റി ആക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ അന്വേഷിച്ചു, ഞാൻ വായിച്ചു, ഞാൻ ഒരുപാട് ഓഡിയോസ് കേട്ടും വായിച്ചിട്ടും ഒക്കെ എനിക്ക് ഒരുപാട് ഇനിയും മാറണം, ഇനിയും മാറണം. ആരും നമ്മൾ ഈ ലോകത്ത് ആരും എന്താ പറയുക ഫുൾഫിൽഡ് അല്ല. എല്ലാവരും മാറിക്കൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവിടെയാണ് നമ്മളുടെ തുടക്കം. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ മാറിക്കൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം സുഖം, മെഡിറ്റേഷനിലൂടെ നമുക്ക് സുഖം ലഭിക്കുന്നു. ഓരോരുത്തർ സുഖം കിട്ടാൻ വേണ്ടിയിട്ടും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടും പുറമെ ഓരോ പരിപാടിയിൽ പോകുന്നു, ഓരോ സ്ഥലത്ത് ടൂറ് പോകുന്നു, ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. പക്ഷെ ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരേ ഹാപ്പിനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും മെഡിറ്റേഷനിലൂടെ. അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ താങ്ക്ഫുൾ മെഡിറ്റേഷൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് തന്നെ താങ്ക്ഫുൾ മെഡിറ്റേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതായത് നമ്മുടെ സൃഷ്ടാവിനോട് നമ്മൾ നന്ദി പറയുക. ഇപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ ആ വെള്ളത്തിൽ നോക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വെള്ളം നമുക്ക് കിട്ടി, അത് നമുക്ക് കുടിക്കാൻ കഴിയുന്നു. അതൊക്കെ ഓരോ ഭാഗ്യങ്ങളാണ്. പല കാര്യങ്ങളിലും നമുക്ക് ഇപ്പം രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ, നമ്മളുടെ അടുത്ത് കിടക്കുന്ന ആൾക്കാർക്ക് ശ്വാസം എടുക്കാൻ പറ്റും. അതൊക്കെ ഏറ്റവും വലിയ താങ്ക്ഫുൾ ആണ്. അതൊക്കെയാണ് ഏറ്റവും വലിയ ലോകത്ത് താങ്ക്ഫുൾ. ആ താങ്ക്സ് പറഞ്ഞ് നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ പിന്നെയും നമുക്ക് കിട്ടും. അത് ഉറപ്പാണ്. ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഹൃദയസ്പന്ദന മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് നമ്മുടെ ഹൃദയത്തിലോട്ട് നോക്കുക. ഹൃദയം ഇടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഹൃദയം ഇടിക്കുന്നത് ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ സ്പന്ദനം കൗണ്ടിങ് ചെയ്യുക. അപ്പം തന്നെ നമ്മൾ ഹൃദയമായി മാറുകയാണ്. അപ്പം തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷവും പോസിറ്റീവ് എനർജിയും ഒക്കെ കിട്ടും ആ സമയത്ത് തന്നെ. പിന്നെ മെഡിറ്റേഷൻ മനസ്സിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സോളാണ് നമ്മൾ. അപ്പോൾ സോളിൻ്റെ ഗുണങ്ങൾ നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. പിന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി സ്വയം നമ്മൾ ആരാണെന്ന് അറിയാം. പിന്നെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധം, നമ്മളുടെ ശരിക്കുള്ള വാസസ്ഥാനം, അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അറിവ് വേറെ, തിരിച്ചറിവ് വേറെ, ഒക്കെ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ സോൾ എന്ന് പറഞ്ഞാൽ, അതായത് റൂഹ് എന്ന് പറഞ്ഞാൽ ശരീരം എന്ന വസ്ത്രം അണിഞ്ഞിരിക്കുന്ന ആളാണ് സോൾ. അപ്പം ഈ ശരീരം ഒക്കെ നമ്മളിവിടെ ഉപേക്ഷിച്ച് പോകും. എനിക്ക് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ എനിക്കിത് പറയാനും ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കാറിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ ഒരു കാറ് സഞ്ചരിക്കുന്ന ആ വഴികളും ആ കൂടെ നിൽക്കുന്ന ആളുകളും, അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന വഴികളിൽ കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ വഴികളിൽ കാണുന്ന സ്ഥലങ്ങൾ, അതൊക്കെ നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുമോ? ഇല്ലല്ലോ. നമ്മുടെ ലക്ഷ്യത്തിലെത്താനല്ലേ നമ്മൾ ശ്രമിക്കുക. ആ ആളുകളെയും ആ സ്ഥലങ്ങളെയും കൊള്ളാം, അത്ര അറ്റാച്ച്മെൻറ്റേ അതിനോടൊക്കെ ഉണ്ടാവുള്ളൂ. അതേപോലെ ആയിരിക്കണം നമുക്ക് ജീവിതത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ്. അപ്പം നമുക്ക് പിന്നെ ഒന്നിനോട് വിഷമം വരുന്നില്ല, പിന്നെ ഒന്നിനോട് സ്ട്രെസ് വരുന്നില്ല. പണമില്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ആവുന്നില്ല, നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാൽ നമുക്ക് സ്ട്രെസ് ആവുന്നില്ല. അപ്പം ജീവിതത്തിന് അത്രയും ലാഘവത്തോടുകൂടി കാണാൻ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് കഴിയും. അപ്പം എല്ലാവരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. എന്നെ എന്താ പറയുക, ഒരുപാട് നെഗറ്റിവിറ്റി ആയ എന്നെ പോസിറ്റിവിറ്റിയിലോട്ട് കൈപിടിച്ച് നടന്ന ഒരാൾ ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ട്. എൻ്റെ ഖലീൽ അഹമ്മദാണ്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ സ്പെഷ്യൽ താങ്ക്സ്.